നമസ്കാരം. ഞാൻ നിങ്ങളെ മെഡിറ്റേഷൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. അതായത് നമ്മുടെ മനസ്സിനും നമ്മുടെ പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു ഓറ നമ്മുടെ ശരീരത്തിലുണ്ടാകും. ആ ഓറ നമ്മളെ ഈ നെഗറ്റീവുകൾ നമ്മളെ ബാധിക്കാതെ നമ്മളെ രക്ഷിക്കുന്ന ഒന്നാണ്. അപ്പം രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. രാവിലെ നമ്മൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നത് ഒത്തിരി നല്ലത്, രാവിലെ ചെയ്യുക. അതേപോലെ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നമുക്ക് സമയമുള്ള പോലെ നമ്മൾ ചെയ്യുക. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക എനർജി ആയിരിക്കും, നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും എല്ലാ കാര്യത്തിനും. പിന്നെ അനാവശ്യമായ ഒരു ചിന്തകളൊന്നും നമ്മളെ ബാധിക്കില്ല. എന്തോ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകും. അത് നമ്മൾ പ്രപഞ്ചവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്നതാണ്. പക്ഷേ ആദ്യം നമുക്കിതൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ആദ്യം നമ്മുടെ ചിന്തകളൊക്കെ കാട് കയറിപ്പോവും. ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കാനുണ്ട്, അല്ലെങ്കിൽ കോഴി കൂടടയ്ക്കാനുണ്ട് എന്ന് വേണ്ട, ഇന്ന് ഹസ്ബൻഡ് വരാറായല്ലോ, അല്ലെങ്കിൽ പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകണമല്ലോ, പണിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അപ്പം നമ്മൾ എന്നാ ചെയ്യണേ, അത് കുഴപ്പമില്ല, അതങ്ങനെ ചിന്തകൾ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ആദ്യം വരും. അത് കഴിയുമ്പോഴാണ് നമുക്കങ്ങനെ ചിന്ത വരാതെയാകുന്നത്. അപ്പം ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമുക്കിങ്ങനെ ചിന്തകൾ വന്നെന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിന് വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്കത് പറ്റണില്ല എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകണ്ട. കാരണം എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന കാര്യമാണ് അതൊക്കെ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെയുള്ള ചിന്തകളെല്ലാം പതുക്കെ നിന്ന് പോയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ തുടങ്ങും. നമുക്കൊരു സന്തോഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. ആരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ. പിന്നെ ഒരു കാര്യം ചെയ്യണം, നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടായില്ല എങ്കിലും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി, നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായത് എപ്പോഴും ഒരു പുഴുങ്ങിയ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാകും. പിന്നെ നമ്മുടെ മുഖമൊക്കെ മാറി സ്കിൻ, നമുക്ക് മൊത്തം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനൊന്നും ഒരു പാടുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് ശ്രദ്ധ, അതായത് പൊട്ട് തൊടുന്ന ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതായത് ഇൻഹേൽ, അകത്തേക്ക് കയറുന്നതായിട്ടും പുറത്തേക്ക് വിടുന്നതായിട്ട് ശ്രദ്ധിക്കാം. അതല്ല, മൂക്കിൽ കൂടെ കയറി നമ്മുടെ ശരീരം മൊത്തം വ്യാപിച്ചിട്ട് വെളുത്തിയ ഒരു പുകയായിട്ട് കയറിയിട്ട് വായിൽ കൂടെ കറുത്ത പുകയായിട്ട് നമ്മളിലുള്ള നെഗറ്റീവുകളെല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. ഏത് വേണമെങ്കിലും, നമുക്കിഷ്ടമുള്ള ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. ആദ്യം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ബ്രീത്ത് എടുക്കുന്നതും പുറത്തേക്ക് വിടില്ലേ, നമ്മൾ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതിലും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു 15 മിനിറ്റ് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കൂടി പോയാലും നമുക്ക് ഒരു മടുപ്പ് തോന്നില്ല. പിന്നെ നമ്മുടെ ചുറ്റും ഒത്തിരി ശബ്ദങ്ങൾ കേട്ട്, നമ്മൾ അടച്ച മുറിയിലിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, നിശബ്ദമായിട്ടിരിക്കുന്ന സ്ഥലത്ത്. ഇനി അതല്ല എങ്കിൽ നമ്മുടെ മുറികളിൽ ഇങ്ങനെ നമ്മുടെ ചുറ്റുമൊക്കെ ഒത്തിരി ബഹളങ്ങൾ, പട്ടി കുരയ്ക്കണം, പൂച്ച കരയണതും, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് വർത്താനം പറയണം, അങ്ങനെയൊക്കെ കേൾക്കും. പക്ഷെ നമ്മൾ അതിലെ ശ്രദ്ധ വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ ആ ശ്രദ്ധിക്കാതെ ആക്കാൻ നമ്മുടെ മനസ്സിനെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. ശ്രദ്ധ വരും. നമ്മൾ എല്ലാം ശ്രദ്ധിക്കും ആദ്യകാലത്തൊക്കെ. പിന്നീട് നമുക്ക് എന്ത് വന്നാലും, നമ്മുടെ മുമ്പിൽ ബോംബ് കൊണ്ടിട്ടാൽ പോലും, പടക്കം പൊട്ടിച്ചിട്ടാൽ പോലും നമ്മൾ അറിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. അങ്ങനെ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ആകണമെങ്കിൽ കുറച്ച് നാളെടുക്കും, പെട്ടെന്നൊന്നും എത്തില്ല. എങ്ങനെ പോലും ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആയി വരുള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ, ഈ യോഗിമാരൊക്കെ അവർ ഈ തപസ്സിരിക്കണതും ധ്യാനത്തിലിരിക്കണമൊക്കെ എങ്ങനെ, പുറമേയുള്ള ഒന്നും അവരറിയില്ല. അവരിങ്ങനെ അവരുടെ മനസ്സിനെ ശാന്തമാക്കി ഇങ്ങനെ വെച്ച് ഇരിക്കുന്ന കണ്ടിട്ടില്ല. ഗുഹകളിലും ഒക്കെ പോയി ശാന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന്, അതോ വിശപ്പില്ല ദാഹമില്ലാണ്ടൊക്കെ ഇരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാനും അത് ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതും എളുപ്പമാണ്. പക്ഷേ ഇതെല്ലാം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ട് ചെയ്യാം. പ്രാണായാമം ചെയ്യണമെങ്കിൽ നല്ല യോഗയുടെ ഒരു പവറുള്ള ഒരു ഇതാണ് ഈ പ്രാണായാമം. അപ്പം അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ ഓരോ മൂക്കിക്കോടെ എടുത്തിട്ട് അടുത്ത മൂക്കിക്കോടെ വിടുന്നതൊക്കെയാണ്, അതാണ് പ്രാണായാമത്തിൻ്റെ ഇത്. അതൊക്കെ ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം. അപ്പം ഞാനിത് മെഡിറ്റേഷൻ ബ്രഹ്മകുമാരീസിൻ്റെയാണ് മെഡിറ്റേഷൻ പഠിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു യോഗയുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള
ആളാണ്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് രാവിലെ ഒന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അദ്ദേഹം ദൂരെ ജോലി ചെയ്യുന്നു, തിരുവനന്തപുരത്തെ ജോലി ചെയ്ത്. അപ്പം അങ്ങനെ പിന്നെ എന്നെ ചെയ്യുന്നത് വെച്ചാൽ ഇത് കൃത്യമായിട്ട് എന്നും ചെയ്യാൻ നമ്മൾ ശീലിക്കണം, നല്ലതാണ്. നമുക്കിപ്പോൾ നമ്മളിൽ നെഗറ്റീവ് ഓരോ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പെട്ടെന്നൊരു ദേഷ്യം വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് മോശമായിട്ട് പറയുക, പിന്നെ അത് ഓർത്തിട്ട് നമ്മൾ കിടന്ന് വിഷമിക്കുക. ഇതൊക്കെ നമുക്കുണ്ടാകുന്നത് നമ്മൾ ഈ നെഗറ്റീവ് ഓറ വരുമ്പോഴാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് ഓറ ഉണ്ടായിരിക്കും. അതായത് ഒത്തിരി ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ക്ഷീണം വരിക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ചില ഹസ്ബൻഡുമാരൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ട് വെട്ടിയിട്ട പോലെ, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ കിടക്കുന്നതാണ് വെട്ടിയിട്ട പോലെ അങ്ങ് കിടക്കുന്നതാണ്. സെറ്റിയിലെങ്കിൽ സെറ്റിയിൽ അവർക്ക് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ പറയും അല്ലേ. അത് നമ്മുടെ ഈ ഓറയിലെ ഓറ നെഗറ്റീവായി പോകുമ്പോഴാണ്. ആ ഓറേനെ പോസിറ്റീവായിട്ട് നിർത്താൻ രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. വൈകുന്നേരം നമ്മൾ അതിന് എനർജി ചെയ്ത് നിർത്തണം. അതായത് വൈകുന്നേരം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലാത്തവർക്ക് കസേരയിൽ ഇരിക്കാം കേട്ടോ. കസേരയിൽ പിന്നെ നമ്മൾ നടുവ് നിവർന്നായിരിക്കാവുള്ളൂ. നമ്മുടെ ഇങ്ങനെ വളഞ്ഞിരിക്കരുത്. ഇങ്ങനെ നടുവ് നിവർത്തി ഇരിക്കാൻ, നട്ടെല്ല് നിവർത്തി ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ചിന്മുദ്രയിൽ നമ്മുടെ 2 കൈകൾ ചിന്മുദ്രയിൽ ഇങ്ങനെ വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് തല ശക്കല മേൽപോട്ട് ഉയർത്തിയിരിക്കണം. അതായത് ഇങ്ങനെയല്ല ഇരിക്കേണ്ട, തല ഇച്ചിരി മേപ്പോട്ട് ഉയർത്തി നമ്മൾ മേപ്പോട്ട് നോക്കും പോലെ ഇട്ട് കണ്ണടയ്ക്കുക. അപ്പോൾ ഇച്ചിരി താടി ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതായിട്ട്, ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ആ ശ്വാസം ഒരു സെക്കൻഡ് ഉള്ളിൽ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ വിടുന്നു. അപ്പം നമ്മുടെ വയറ് അകത്തേക്ക് ചുരുങ്ങുന്നു, പുറത്തേക്ക് പോകുന്നു. അകത്തേക്ക് എടുക്കുമ്പോൾ വയറ് വീർത്തു വരുന്നു, പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ വയറ് ചൊങ്ങിപ്പോകുന്നു. മനസ്സിലായല്ലോ. അപ്പം അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് നേരം ഇങ്ങനെ വേറെ ഒന്നിനും ശ്രദ്ധ വേണ്ട. ശ്വാസം എടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം പുറത്തേക്ക് വിടുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളിതിങ്ങനെ ഒരു 15 മിനിറ്റ് ചെയ്യുന്നു. 15 മിനിറ്റ് 15 മിനിറ്റ് മൊത്തം 15 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കൂട്ടി കൊണ്ടുവരാം. അതായത് ആദ്യത്തെ കുറച്ച് നാൾ 15 മിനിറ്റ് ചെയ്താൽ മതി. കാരണം നമ്മുടെ ശ്വാസം നമുക്കൊരു വേറെ ചിന്തകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ വേണമെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കടൽ തീരത്ത് പോയിരുന്നു, പാറയുടെ മുകളിലിരുന്നും ഒക്കെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണവരെ നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും പാർക്കുകളിലൊക്കെ സൈഡിൽ പോയിരുന്നും ഒക്കെ മെഡിറ്റേഷൻ ചെയ്യണവരെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ പോയിരുന്നാലും അവരുടെ ശ്രദ്ധയൊന്നും വേറെ ഒന്നും പോകില്ല. അവർക്ക് ആ ഒരൊറ്റ ശ്രദ്ധയെ കാണുള്ളൂ. അവരാ പ്രപഞ്ചവുമായിട്ടൊരു കണക്ഷനായിട്ട് ഇരിക്കും. ഒരു പ്രത്യേക യൂണിവേഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. നടുവ് നിവർന്നിരുന്ന് തന്നെ മുഖം നല്ല ഉയർത്തി. അപ്പം നമ്മൾ എപ്പോൾ ഇരിക്കുമ്പോഴും നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന്, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയപ്പോൾ എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്. എനിക്കൊരു മൈക്കൊക്കെ മേടിക്കണമെന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ നിവർന്നിരുന്ന് പറയാൻ ശ്രമിക്കുക. എല്ലാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇച്ചിരി നിവർന്നിരിക്കാൻ ശ്രമിക്കുക. ഷോൾഡറൊക്കെ നല്ല നിവർത്തി ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇത് രാവിലെയും ചെയ്യുക, വൈകുന്നേരവും ചെയ്യുക. രാവിലെ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു പോസിറ്റീവ് ഓറ നമുക്കുണ്ടാകും. വൈകിട്ട് വൈകിട്ടാകുമ്പോഴത്തേനും ആ ഓറ നമുക്ക് കുറയും. അപ്പം വീണ്ടും ബൂസ്റ്റ് ചെയ്ത് വീണ്ടും ആ എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുകയും ചെയ്യും. നമുക്ക് പിന്നെ ഉണ്ടല്ലോ ഒരുമാതിരിപ്പെട്ട ഒരു കേസും നമ്മളെ ബാധിക്കില്ല. നമുക്ക് പിന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ പലപ്പോഴും ഇത് വീഡിയോ ഇടണം, ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യണതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഇടാൻ ഓരോ കാര്യം പറഞ്ഞു പോകുമ്പം ഇങ്ങനെ പറഞ്ഞു പോകും. കുറേ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ്, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ച് മെഡിറ്റേഷൻ ചെയ്യാം എന്നാണ് പറയുന്നത്. അത് മാറിപ്പോകുന്നു, അത് ഭേദമാകുന്നു എന്നൊക്കെ സങ്കല്പിച്ചിട്ട് നമ്മളിങ്ങനെ 15 മിനിറ്റും അരമണിക്കൂറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേറെ ശ്രദ്ധയൊന്നുമില്ലാതെ അതിങ്ങനെ ഭേദമായി, എനിക്കൊരു കുഴപ്പമില്ല എന്ന്
ചിന്തിച്ച് ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാൾ കൊണ്ട് ആ വേദനകളും അതൊക്കെ നമുക്ക് ഭേദമാകും. പിന്നെ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സ ചെയ്യണം കേട്ടോ. ഡോക്ടർ ഉപദേശപ്രകാരമേ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ഈ മെഡിറ്റേഷനും കൊണ്ട് മാത്രം പോവില്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇത് നമുക്കൊരു മനസ്സിനൊരു ഒരു സമാധാനം, ഒരു പിന്നെ മനസ്സൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ ചിന്തിക്കുന്നതും ഒക്കെ പോസിറ്റീവായിട്ടായിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. അപ്പം ഇനി ഞാൻ പ്രാണായാമത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ യോഗ ചെയ്യുന്ന സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു യോഗ ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ നാൾ മുമ്പാന്ന് മാത്രം. കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നീ ഇടയ്ക്കിടയ്ക്ക് ഓരോ യോഗയുടെ ടിപ്പും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.